എല്ലാ വിദ്യാർത്ഥികൾക്കും സ്റ്റാർ കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ജിസ് ഗലീമേ മേ രഹ്താഹു എന്ന് പറയുന്ന ഒരു ഡയറിയാണ്. എഴുതിയിരിക്കുന്നത് മിർസ ഗാലിബ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡയറിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം ഇതായിരുന്നു. कर्नल ने उनको भी घर जाने की इजाज़त दी. इस तरह कविता के कारण उस रोज़ करीब 50 आदमियों की जानें बच गई. അപ്പോൾ അവരും കവിത എഴുതുന്നവരാണ്. ഞാൻ പറഞ്ഞു കേണൽ അവർക്ക് വീട്ടിലേക്ക് പോകാനുള്ള അനുമതി നൽകി. അങ്ങനെ കവിതയുടെ പേരിൽ അന്ന് ഏകദേശം 50 പേരുടെ ജീവൻ രക്ഷിച്ചു. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. തുടർന്നുള്ള ഭാഗം നോക്കാം. हम गली वालों ने तो किसी तरह अपने प्राण बचा लिया, मगर मैं उस हज़ारों अभागों दिल्ली वालों के बारे में क्या कहूँ. ഞങ്ങൾ ഒരു വിധത്തിൽ സ്വന്തം ജീവൻ രക്ഷിച്ചു. എന്നാൽ കസ്റ്റഡിയിലും ജയിലിലും കഴിയുന്ന ആയിരക്കണക്കിന് വരുന്ന നിർഭാഗ്യവരായ ദില്ലി നിവാസികളെക്കുറിച്ച് ഞാൻ എന്തു പറയും. जो हवालात और कैदखाने में बंद कर दिए गए थे, जेल शहर से बाहर थी और हवालात दिल्ली के भीतर है. ജയിൽ പട്ടണത്തിന് വെളിയിലായിരുന്നു, തടവറ പട്ടണത്തിനകത്തുമായിരുന്നു. इन दोनों ही जगहों में बेशुमार बेगुनाहों को ढूस ढूस कर भर दिए गए था. इस कदर भर दिया गया कि लगता था आदमी के भीतर आदमी समाया जा रहे हो. ഇവിടെ ഈ രണ്ടിടത്തും അസംഖ്യം നിരപരാധികളെ ഒരാളുടെ ഉള്ളിൽ മറ്റൊരാളായി തോന്നിക്കുന്ന വിധത്തിൽ കുത്തിനിറച്ചുകൊണ്ടിരിക്കുകയാണ്. സാസ് ലേനെ മേ ഭി ദിക്ത് ഹോ രഹി ഥി, ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ. ഇൻ ദോനോ ഹി ഖൈദ് ഖാനോं के बंदियों को बाद में फांसी दे दी गई. ഈ തടവറയിൽ കഴിയുന്ന ബന്ദികളെ പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയാണ് ചെയ്യുന്നത്. നഹീൻ മാലൂം കിത്തനെ ലാഖ് ലോഗ് മർ ഡാൽ ഗയേ, എത്ര ലക്ഷം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് നിരപരാധി ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. दिल्ली में अब कुछ ही 1000 लोग बचे होंगे, बाकी सब अंग्रेज़ों के गुस्से का शिकार हो गए. ഡൽഹിയിൽ കുറച്ചുപേരെ അവശേഷിച്ചുണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാവരെയും ബ്രിട്ടീഷുകാർ അവരുടെ കോപത്തിന് ഇരയാക്കുകയാണ് ചെയ്തത്. बचे सिर्फ वे जो दिल्ली से भाग गए, वे लोग खुश किस्मत थे, वरना उन्हें भी फांसी दे दी जाती. दिल्ली में रहना ही उन दोनों मानो अपराध हो गया था. രക്ഷപ്പെട്ടവരാവട്ടെ ഡൽഹിയിൽ നിന്നും പലായനം ചെയ്തു. അവർ ഭാഗ്യമുള്ളവരായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ അവരെയും എന്ത് ചെയ്യായിരുന്നു, ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുമായിരുന്നു. അക്കാലത്ത് ദില്ലിയിൽ താമസിക്കുന്നത് തന്നെ അപരാധമായിരുന്ന പോലെയാണ്. मेरी पहचान का फिस्ती था चिराग अली, बेहद सीधा आदमी. रोज़ सुबह शाम नहर का पानी अपनी मशक में भरता और अल्लाह के गुण गाना हुआ सड़कों को सींचा करता था. എൻ്റെ പരിചയക്കാരനായ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന ഒരാളുണ്ടായിരുന്നു. പേര് ചിരാഗ് അലി. വളരെ സത്യസന്ധനായ മനുഷ്യൻ. എന്നും രാവിലെയും വൈകുന്നേരവും തോട്ടത്തിൽ നിന്നും തുകൽ സഞ്ചിയിൽ വെള്ളം നിറച്ച് അള്ളാഹുവിൻ്റെ നന്മകൾ പാടിക്കൊണ്ട് അയാൾ റോഡുകൾ കഴുകി വൃത്തിയാക്കുമായിരുന്നു. खाने के लिए जो भी रूखी सूखी मिल जाती उनकी गली के नीचे उतार अपने में मग्न रहता. एक रोज़ दिल्ली के बड़े हाकिम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहते थे, चिराग अली सड़क सींच रहा था. उसने हडसन साहब को सलाम नहीं किया, ईश्वर के गुणगान गाता रहा. കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ അതും കഴിച്ച് വീണ്ടും സ്വന്തം ജോലിയിൽ മുഴുകും.
ഒരു ദിവസം ദില്ലിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഹഡ്സൺ സാഹബ് തൻ്റെ കുതിരപ്പുറത്ത് സവാരിക്കിറങ്ങി. ചിരാഗ് അലി റോഡ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ഹഡ്സൺ പ്രഭുവിനെ വണങ്ങിയില്ല. ദേഷ്യം വന്ന അയാൾ തൻ്റെ എന്ത് ചെയ്തു, ഹഡ്സൺ സാഹബ് കോ ജോ ഗുസ്സ ആയ, ഹഡ്സൺ സാഹിബിന് ദേഷ്യം വന്നു. ഉൻഹോനെ അപ്പനെ തൽവാർ സെ ആ ഭാഗെ ചിരാഗ് അലി കാ പേട് ചീർ ഡാല. അദ്ദേഹം ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, ദേഷ്യം വന്നിട്ട് ചിരാഗ് അലിയുടെ വയർ പിളർന്നു. അവർ ഉസ്കി ലാഷ് ദില്ലി ദർവാസെ പർ ഢാങ് ദി. എന്നിട്ട് ആ ശവശരീരം ദില്ലിയിലെ കവാടത്തിൽ കെട്ടിത്തൂക്കി. ഇൻഹി ഹഡ്സൺ സാഹബ് ने बादशाह बहादुर शाह जाफर के दोनों बेटे शाहजाद फसल और मिर्जा अबूबकर का भी खून कर उनके सिर दिल्ली के दरवाजे पर लटका दिए थे. ഈ ചക്രവർത്തിയാണ്, ഇദ്ദേഹമാണ് എന്താണ് ബഹദൂർ ഷാ ജഫറിൻ്റെ ഷഹദ ഫസലും മിർജ അബൂബക്കർ എന്നീ 2 മക്കളുടെയും തലവെട്ടി ദില്ലിയുടെ കവാടത്തിൽ കെട്ടിത്തൂക്കിയത് ഈ ഹഡ്സൺ പ്രഭു തന്നെയാണ്. ഹഡ്സൺ കോ ഹിന്ദുസ്ഥാനിയോ കോ ഖൂൻ കർണേ മേ ബഡാ മസാ ആതാ ഥാ. ഈ ഹഡ്സൺ പ്രഭുവിന് ഹിന്ദുസ്ഥാനികളെ കൊലപ്പെടുത്തുന്നത് ഒരു വിനോദമായിരുന്നു. മേരെ പഡോസ് മേ ഏക് ഗരീബ് ഔരത്ത് മെഹറുന്നീസ രഹത്തി ഥി. എൻ്റെ അയൽവക്കത്ത് മെഹറുന്നീസ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ഉണ്ടായിരുന്നു. ഉൻകെ പതി കി മൗത്ത് കെ 7 സാൽ ഹുയേ ഥേ. ഉൻകെ പതി കി മൗത്ത് കോ 7 സാൽ ഹുയേ ഥേ. അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. അഗേലി ഔരത്ത്, ഒറ്റപ്പെട്ടു പോയ ഒരു പാവം സ്ത്രീ. दूसरों के घर में झाड़ू लगाकर किसी तरह से अपनी गुसर बसर करती थी. മറ്റു വീടുകളിൽ മുറ്റമടിച്ചും വളരെ കഷ്ടപ്പെട്ടാണ് ആ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. लेकिन जब घर ही नहीं रहे, बस्ती की बस्तियाँ जला दी गई तो मेहरुनिस का काम न मिलने से भूख को मर लगी. എന്നാൽ വീടുകൾ പോയിട്ട് വാസ്തലം വരെ കത്തി നശിച്ചു. ആ ചാമ്പലാക്കിയപ്പോൾ മെഹറുന്നീസയുടെ ജോലിയില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന അവസ്ഥയിലായി നമ്മുടെ മെഹറുന്നീസ. ആജ് ഉസ്കെ യഹാം മേനെ 10 റൊട്ടിയും പഹുഞ്ചായി. ഇന്ന് ഞാൻ അവരുടെ വീട്ടിലേക്ക് 10 ചപ്പാത്തികൾ കൊടുത്തയച്ചു. ദൂസരി ജോ 10 റൊട്ടിയാം ബെച്ചി. ശേഷിച്ച 10 എണ്ണം കൊണ്ട് 2 മക്കളെയും ഉസ്നെ മേരെ 2 ബേട്ടോം അവർ നൗക്കരോം കാ കാം ചല. അദ്ദേഹം ബാക്കി ശേഷിച്ച 10 റൊട്ടി കൊണ്ട് 2 മക്കളും വേലക്കാരനും കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പങ്ക് ആയിട്ട് 1.5 ചപ്പാത്തി അവശേഷിച്ചുള്ളൂ. മേരെ ഹിസ്സേ മേ 1.5 റൊട്ടി ആയി. അദ്ദേഹത്തിൻ്റെ പങ്കായിട്ട് ബാക്കി 1.5 റൊട്ടി മാത്രമായി. ഫിർ ഫി തസ്ലീദ് ധി കി മേരി റൊട്ടി സേ മെഹറുന്നീസ और उनकी 2 बेटियों भी भूख तो बूझी. പക്ഷേ ശേഷിച്ച റൊട്ടിയാണ് അദ്ദേഹം കഴിച്ചതെങ്കിലും പോലും എങ്കിലും ഞാൻ കൊടുത്തയച്ച ഭക്ഷണം കൊണ്ട് മെഹറുന്നീസയും 2 പെൺമക്കളും വിശപ്പടക്കിയല്ലോ എന്നോർത്ത് അദ്ദേഹം സമാധാനം തോന്നി അദ്ദേഹത്തിന്. മേര ക്യാ മേരി തോ ഭൂക്ക് രഹനെ കി ആദത്ത് ഹി ഹോ ഗയി. പിന്നെ എൻ്റെ കാര്യം വിശന്നിരിക്കുക എന്ന എൻ്റെ സ്വഭാവത്തിൽ തന്നെ ഭാഗമായി കഴിഞ്ഞിരുന്നു. വിശന്നിരിക്കുക എന്നുള്ള കാര്യം അത് ശീലമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞ ഭാഗം ഇതാണ്. അദ്ദേഹം ഈ പാവങ്ങൾക്ക് ആഹാരം കൊടുത്തിട്ട് അദ്ദേഹത്തിന് സമാധാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ.